ഹലോ, അപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴും ചേച്ചി വീഡിയോ കൊടുക്കുക മേക്കപ്പ് ഇടാന്ന് പറഞ്ഞ ആളെപ്പോഴും പറയും. അപ്പോൾ ഇന്ന് അത് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഡാസ്ലറിൻ്റെ മോയ്സ്ചറൈസർ ആണ് ഇട്ടത്. പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു പ്രൈമർ, അത് കഴിഞ്ഞിട്ട് പിന്നെ കൺസീലർ ഇട്ടു കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട്. എപ്പോഴും വെറുതെ അടുത്ത് വരെ നടക്കാൻ പോകുമ്പോൾ വരെ കുട്ടിയിടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ വഴക്ക് പറയും വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്നെടുത്ത് തരുന്നതിന്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇന്നൊരു മേക്കപ്പ് വീഡിയോ ചെയ്യാം, യൂട്യൂബിൽ ഇടാനൊരു കണ്ടൻറ്റും ആയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിനും ആകെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവർ നാളെ പോവും, വിഷുവിൻ്റെ തലേന്ന് ചേച്ചി വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതേ നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു ഫൗണ്ടേഷൻ ഇട്ട് നല്ലോണം അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കോമ്പാക്ട് പൗഡർ, ഇതൊക്കെ ഞാൻ എന്തോ ഓൺലൈനാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വിഷുവായിട്ട് കുഞ്ഞിന് ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുഞ്ഞിനും അമ്മൂനൊക്കെ ഇട്ട്. അപ്പോൾ അത് ഇട്ടിട്ടാണ് നമ്മളിന്ന് മേക്കപ്പ് പൂർത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഡാസ്ലറിൻ്റെ ഒരു ഐ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. ഇത് ഡാസ്ലറിൻ്റെ ഐ സ്റ്റിക്ക് നല്ലതാണ്, പക്ഷേ എനിക്കെന്തോ പരക്കണ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ണ് തുടയ്ക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് പരക്കുക അങ്ങനെ. പിന്നെ എൻ്റെ തന്നെ ഉള്ളൊരു ഐഡിയ അതൊക്കെ വെച്ചിട്ട് കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണൊക്കെ എഴുതിയൊക്കെ വന്നപ്പോൾ തന്നെ ആളൊന്ന് ഉഷാറായി, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തോ ലൈറ്റിൻ്റെയും ക്യാമറയുടെ ക്ലാരിറ്റിയുടെ എന്തോ ഒരു ഇഷ്യൂ ആണ്. ലാസ്റ്റ് നമ്മൾ ഫുൾ മേക്കപ്പ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല എന്തോരം ഉണ്ടെന്ന്. ഇതിപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് തോന്നണില്ല. പിന്നെ വിഷ്ണുട്ടൻ എനിക്ക് മലേഷ്യയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ മേക്കപ്പ് ബോക്സ്. വല്ലപ്പോഴൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ്, വല്ല അത്യാവശ്യം ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ഇത് വെറുതെ എടുത്ത് യൂസ് ചെയ്യും, വരുമ്പോൾ എവിടെയെങ്കിലും അടുത്തൊക്കെ പോകുമ്പോഴേക്ക് എടുത്ത് യൂസ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് വഴക്ക് പറയും, ആവശ്യമില്ലാണ്ട് ഓരോന്നോരോ. പിന്നെ ഞാൻ ചെറിയൊരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന്. പിന്നെ എന്നിട്ട് പിന്നെ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൂ കളറിലൊരു ജീൻസിൻ്റെ പോലത്തെ ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ വീഡിയോയിൽ നമുക്ക് അങ്ങനെ അറിയണില്ല. പിന്നെ ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പൊന്ന് ചെറുതായിട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ തന്നെയുള്ളൊരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ലിപ് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ലിപ്സ്റ്റിക്കാണിത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്പോൾ അതൊന്ന് ചുമ്മാ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഫുൾ ഒരു ഭംഗിയുള്ള ലുക്കായിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ തന്നെയുള്ളൊരു ഹൈലൈറ്റർ ഇട്ട്, ഈ ഹൈലൈറ്റർ അടിപൊളിയാണ്. ഈ ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ശരിക്കും ഗ്ലോ ചെയ്യണ പോലെ തോന്നിയിട്ട്. ഇത് ഞാൻ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ വാങ്ങിച്ചാണ്, വില 200 സംതിങ് രൂപക്കാണ്ടോ ഞാനിത് വാങ്ങിച്ചത്. അടിപൊളി ഹൈലൈറ്ററാണ്. ഞാൻ എവിടെ പോയാലും ഫംഗ്ഷനുണ്ടെങ്കിലും ഇത് ഇട്ട്. ഇപ്പം മിക്കവരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ വീഡിയോ ഇടുമ്പോൾ എന്നെ അറിയാവുന്ന ചോദിച്ചുമാർ ചോദിക്കാറുണ്ട് കേട്ടോ ഇത് ഹൈലൈറ്റർ എവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ ലിങ്കൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിപൊളി ഹൈലൈറ്ററാണ്. ഞാനത് എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനും വിഷ്ണുവേട്ടനും കൂടി കുഞ്ഞിന് എടുത്തു കൊടുത്ത ഡ്രസ്സ്. അപ്പോൾ ഇതിട്ടിട്ടാണ് നമ്മൾ മേക്കപ്പ് വീഡിയോ പൂർത്തീകരിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, കാരണം കുഞ്ഞിൻ്റെ ഇങ്ങനത്തെ ഒരു മോഡൽ ഡ്രസ്സ് ഇല്ല. അപ്പോൾ ചിറകും കാര്യങ്ങളും ജീൻസ് വന്നപ്പോൾ ഒരു പക്ക റിച്ച് ലുക്ക്, ഒരു ക്യൂട്ട് ലുക്കൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഹെയർ സ്റ്റൈൽ നമ്മൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടോ കെട്ടണത്. അപ്പോൾ മുടിയൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസായി പോകണതുകൊണ്ട് ചെറിയൊരു സ്ലൈഡും കൂടി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് എന്തായാലും ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണേട്ട് അത് ചെയ്ത്. അപ്പോൾ ഞാൻ അവിടെ മിണ്ടാണ്ടിക്ക് വീഡിയോ നോക്കിയിട്ട് ഹായ് ബായ് ഒക്കെ പറയും. അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞിൻ്റെ ലാസ്റ്റത്തെ ലുക്ക് എന്ന് പറയണത്. നിങ്ങൾ എന്താ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ പുറത്തോട്ട് വന്നപ്പോൾ ക്യാമറയുടെ ക്ലാരിറ്റിയിൽ നമുക്ക് അകത്തിരുന്നപ്പോൾ ഇത്രയും ക്ലാരിറ്റി ആയിട്ട് കണ്ടില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയണത്. ആൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആൾ നിർത്തിയിട്ട് എടുക്കണേ കേട്ടോ. ഈ ഡ്രസ്സിൻ്റെ നല്ലൊരു ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇത്. അടിപൊളി ഡ്രസ്സ് വെച്ചാൽ അടിപൊളി ഡ്രസ്സ് കുഞ്ഞിന് ഇഷ്ടമായി. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കുഞ്ഞിന്. ഇനി എവിടെ പോയാലും ഇത് ഇടുന്നതാണ് പറഞ്ഞേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പറയണേ. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ടാറ്റാ.